ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ പച്ചമാങ്ങ ചെമ്മീൻ ഒഴിച്ചു കറിയാണ് ഉണ്ടാക്കുന്നത്. അതിനായി 2 മാങ്ങ, മീഡിയം മാങ്ങയാണിത്. മാങ്ങ കട്ട് ചെയ്ത് നമുക്ക് ചെറിയ പീസാക്കി എടുക്കണം. പിന്നെ 1/2 കിലോ കൊഞ്ച് കഴുകി വൃത്തിയാക്കി 4-5 വെള്ളത്തിൽ നടുക്കുള്ള അഴുക്കെല്ലാം മാറ്റിയിട്ടുണ്ട്. 5-6 വെള്ളത്തിൽ കഴുകിയെടുത്തതാണ്. പിന്നെ ഇതിലേക്ക് വേണ്ട മറ്റാവശ്യമുള്ള സാധനങ്ങൾ: ചെറിയ മീഡിയം സവാള അരിഞ്ഞത്, ഒരു 6 പച്ചമുളക് നടുക കീറിയത്, ഒരു 10 അല്ലി വെളുത്തുള്ളി, പിന്നെ അരപ്പിനായി അരമുറി തേങ്ങ, 2 തണ്ട് കറിവേപ്പില, ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, 2 വറ്റൽമുളക്, മസാലപ്പൊടികൾ: മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കാശ്മീരി മുളക് പൊടി, എരിവെള്ള മുളക് പൊടി, മല്ലിപ്പൊടി, വെളിച്ചെണ്ണ, ഉപ്പ്, വെള്ളം. ഇത്രയും സാധനങ്ങളാണ് ഈ കറിക്ക് ആവശ്യമുള്ളത്. നമുക്ക് ഈ മാങ്ങ ഒന്ന് കട്ട് ചെയ്ത് ചെറിയ പീസാക്കി മാറ്റാം. ഞാൻ ഒരു മാങ്ങ കട്ട് ചെയ്ത് പീസാക്കിയിട്ടുണ്ട്. പിന്നെ ഈ അടുത്ത മാങ്ങയുടെ പകുതിയും കൂടെ എടുത്തിട്ടുള്ളൂ. ഇത്രയും മതി ഈ കറിക്ക്. ഇനി ഈ കറി എങ്ങനെ ഉണ്ടാക്കാം? പാത്രത്തിലാണ് ഈ കറി ഉണ്ടാക്കുന്നത്, ചട്ടിയിലല്ല. ഒഴിച്ചെറിയായത് കാരണം ഇതിലുണ്ടാക്കിയാലും മതി, കുഴപ്പമൊന്നുമില്ല. പാത്രം ഒന്ന് ചൂടാകട്ടെ. ചൂടാകുമ്പോൾ ഏകദേശം 1 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിക്കാം. വെളിച്ചെണ്ണയിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ചെറുതായി ഒന്ന് മൂക്കുമ്പോൾ അതിലേക്ക് നമുക്ക് അരിഞ്ഞ് വെച്ചിരിക്കുന്നു സവാള ചേർക്കാം. തയ്യാറാക്കാം. 1 തണ്ട് കറിവേപ്പിലയും 6 പച്ചമുളകും കൂടെ ചേർക്കണം. ലോ ഫ്ലെയിമിൽ വഴറ്റാം. അരക്കപ്പ് തേങ്ങ, ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ എരിവെള്ള മുളക് പൊടി, 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, കുറച്ച് വെള്ളവും കൂടെ ചേർത്ത് നല്ലതുപോലെ അരച്ചെടുക്കാം. നല്ലതുപോലെ അരച്ചെടുത്തിട്ടുണ്ട്. നമുക്കതൊരു ബൗളിലോട്ട് മാറ്റാം. മിക്സി ജാർ കഴുകിയ വെള്ളം കൂടെ ഒഴിക്കാതെ ഒരുവിധം മഴന്നിട്ടുണ്ട്. ഈ സമയം അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ചേർക്കാം. മിക്സ് ചെയ്ത ശേഷം നമുക്ക് അരപ്പിനോടൊപ്പം തന്നെ നമുക്ക് മാങ്ങായും അരിഞ്ഞ് വെച്ചിരിക്കുന്ന മാങ്ങായും അതും ഒന്ന് മിക്സ് ചെയ്യാം. അതോടൊപ്പം തന്നെ മിക്സിയുടെ ജാറ് കഴുകിയ വെള്ളം കൂടി എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യാം. അതൊക്കെ ശേഷം വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചെമ്മീനും ചേർക്കാം. വീണ്ടും ഒന്ന് ഇളക്കി കൊടുക്കാം. ശേഷം നമുക്ക് 1 ടീസ്പൂൺ ഉപ്പ് ചേർക്കാം.
എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യാം. എല്ലാം നന്നായി ഒന്ന് മിക്സ് ചെയ്ത് ഒരു 10 മിനിറ്റ് അടച്ചു വെച്ച് തിളപ്പിക്കാം. ഇടയ്ക്ക് തുറന്ന് തിള വരുമ്പോൾ ലോ ഫ്ലെയിം ആക്കി കൊടുക്കാം. ഇടയ്ക്ക് അടുപ്പത്ത് നിന്ന് ചെറുതായി ഇളക്കി കൊടുക്കുക. ശേഷം ലോ ഫ്ലെയിം ആക്കാം. ഒരു മാങ്ങ എടുത്ത് നോക്കാം വെന്ത്. ചെറുതായി വെന്തിട്ടുണ്ട്. ഇനി ഒരു 3 മിനിറ്റ് കൂടെ വേവിട്ട് ചെറുതായി നടക്കും. ഈ പാത്രത്തിൽ കറിയൊക്കെ വെന്ത് നല്ലതുപോലെ വെന്ത് കുറുകിയിട്ടു. ഈ സമയം നമുക്ക് ഉപ്പൊന്ന് ചെക്ക് ചെയ്ത ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇത് ഇരുന്ന് കുറേ കുറുകും. ചേർത്ത് ഇളക്കിയ ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. കറിയൊക്കെ നല്ലതുപോലെ വെന്ത് കുറുകിയിട്ടുണ്ട്. ഇനി ഇരുന്നും കുറേ വറ്റും. ഇനി നമുക്കത് തണുത്ത ശേഷം താളിച്ച് ചേർക്കാം. പച്ചമാങ്ങ ചെമ്മീൻ കറി റെഡി. എൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവർ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു നല്ല റെസിപ്പിയുമായി വീണ്ടും കാണും. താളിപ്പിനായി ചെറിയൊരു പാൻ അടുപ്പിൽ വെച്ച് സ്റ്റൗ കത്തിക്കാം. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം. ചൂടാകുമ്പോൾ 1/2 ടീസ്പൂൺ കടുകിട്ട് പൊട്ടിക്കാം. കറിയെല്ലാം തണുത്തിട്ടുണ്ട്. സമയം പാത്രത്തിൻ്റെ അടപ്പ് തുറക്കാം. ഒരു സെർവിംഗ് ബൗളിലോട്ട് മാറ്റാം. പച്ചമാങ്ങ തേങ്ങ ഒഴിച്ച് കറി റെഡി. എൻ്റെ വീഡിയോ ആദ്യം